ഹലോ ഫ്രണ്ട്സ്, എയ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമോച്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പല സെഷൻസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ മാത്സിന്റെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇന്ന് നോക്കാൻ പോകുന്ന സെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ PSCയുടെ ഏതൊരു ലെവലിലേക്കും നോക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മുൻപ് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാ പേപ്പറിലേക്കും ഉപകാരപ്പെടുന്ന രീതിക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ? അവിടെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം കേട്ടോ. ഇവിടെ ബ്ലഡ് റിലേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫിന്റെ സഹോദരനാണ് G, കെയുടെ അച്ഛനാണ് E, എയുടെ മകളാണ് C, ഇയുടെ അമ്മയാണ് F, ഇയുടെ സഹോദരിയാണ് C, ജിക്ക് എയുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട, ബ്ലഡ് റിലേഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു സ്കെച്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മാപ്പ് ചെയ്യണ പോലെ ചെയ്യുന്നത് ഇത്തിരി കൂടി ബെസ്റ്റ് ആയിരിക്കും. ഇവിടെ നോക്കടാ, ഞാനിപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇത്ര ഉള്ള. ഇപ്പോൾ ഞാനൊരു ബോക്സ് ഇട്ടാൽ, ഞാനൊരു ബോക്സിനകത്ത് ഒരു ആളുടെ പേരെഴുതിയാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി മെയിലാണെന്ന് അർത്ഥം. അതേ ഫീമെയിൽ ആണെങ്കിൽ ഞാനൊരു സർക്കിൾ ഇടും. ഇപ്പോൾ ഞാൻ എ എന്നിട്ടിട്ട് ബോക്സ് ഇട്ടു, എന്തായിരിക്കും അതിൻ്റെ മീനിങ്? എ ഒരു മെയിലാണ്, ഒരു പുരുഷനാണ്. അതേപോലെ തന്നെ ഞാൻ ഈ സർക്കിളിനകത്ത് ബി നിട്ടു. ബി നിട്ടാൽ എന്താ അർത്ഥം വരിക? അതൊരു ആ വ്യക്തി ഫീമെയിൽ ആണെന്ന് അർത്ഥം. അതേപോലെ തന്നെ ഈ രണ്ട് വ്യക്തികളിലും ഞാനൊരു സിംഗിൾ ലൈൻ ഇട്ടു. രണ്ട് വ്യക്തികളുടെ തൊട്ടടുത്ത് ഇങ്ങനെ സിംഗിൾ ലൈൻ, അവരെ ചേർത്തൊരു സിംഗിൾ ലൈൻ വരച്ചാൽ അവരെ സഹോദരി സഹോദരനാണെന്ന് അർത്ഥം, കൂടപ്പിറപ്പുകളാണ്. അതേ ഞാൻ രണ്ട് ലൈൻ വരച്ചു, എന്തായിരിക്കും അർത്ഥം വരിക? അവർ തമ്മിൽ പെയേഴ്സ്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുന്ന അർത്ഥം. നിങ്ങൾ അങ്ങനെ മൈൻഡ് ചെയ്യണം കേട്ടോ. ഇവിടെ അതിനുശേഷം നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ ആണെങ്കിൽ ഈ പറയുന്ന വ്യക്തികളുടെ താഴെ തലമുറയ്ക്ക് പോവുക. ഇപ്പൊ ഞാൻ എങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സി നിട്ടു. ഇതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ എയുടെ മകനാണ് സി. എടാ, എയുടെ മകനാണ് സി എങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ ഭാര്യയാണ് ബി എങ്കിൽ ബിയുടെ മകനും ആയിരിക്കില്ലേ സി. അപ്പൊ അത് മൈൻഡ് ചെയ്യുക. ഇനി ഇതാ ഒരു വ്യക്തിയെ ഇപ്പൊ ഞാൻ എ നിട്ടു, ഇവിടെ താഴോട്ട് സി നിട്ടു. ഓക്കെ, ഇയാളുടെ മകനാണ് സി. ഇയാളുടെ മുകളിലേക്ക് വേറൊരു ബോക്സ് ഇട്ടിട്ട് ഞാൻ അവിടെ സെഡ് നിട്ടു. എടാ, ഇയാളുടെ മുകളിലാണ് ആ വ്യക്തി വരുന്നതെങ്കിൽ അയാൾ മുകളിലുള്ള തലമുറയായിരിക്കും, അതായത് ഇയാളുടെ അച്ഛനായിരിക്കും. അച്ഛൻ മുത്തശ്ശൻ എന്നുള്ള രീതിക്ക് പോകുമ്പോൾ മുകളിലേക്കും, മക്കൾ മകൻ പേരമകൻ എന്ന ലെവലിൽ വരുമ്പോൾ താഴേക്കും പോവുക. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടത്തിലുള്ള ഇവർ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സിൽ നമ്മൾ എഫിൻ്റെ സഹോദരനാണ് G. അപ്പോൾ എഫ് വരച്ചു. എഫിൻ്റെ സഹോദരനാണ് G. അപ്പോൾ G മെയിലാണ്, കുഴപ്പമില്ല, സെറ്റാണ്. പക്ഷേ എഫ് എന്താണെന്ന് അറിയില്ല. അവിടെ സർക്കിൾ ഇടാൻ പറ്റില്ല, അതുപോലെ തന്നെ ബോക്സ് ഇടാനും പറ്റില്ല. ഇനി കെയുടെ അച്ഛനാണ് E. ഇവിടെ കെയെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്കിപ്പോൾ അവിടെ ലിങ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. എയുടെ മകളാണ് C. എയുടെ മകളാണ് C. ഓക്കെ, അതും അവിടെ ഇരിക്കട്ടെ. ഇയുടെ അമ്മയാണ് F. കിട്ടി, ഒരു പോയിന്റ് കിട്ടി. ഇയുടെ അമ്മയാണ് F. ഈ പോയിന്റ് കിട്ടി. അപ്പൊ അമ്മയാണ്, കൺഫേം ആണ്, ഇതൊരു സ്ത്രീ ആയിരിക്കില്ലേ? നെക്സ്റ്റ്, ഇയുടെ സഹോദരിയാണ് C. അപ്പൊ ഈക്കൊരു സഹോദരിയുണ്ട്, അത് ആരാണ്? C. എപ്പോഴും തുടർച്ചയായി ലിങ്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ചില പോയിന്റ് ലാസ്റ്റ് ചെയ്യുന്ന സമയം, അതായത് ചില പോയിന്റ് ലിങ്ക് ചെയ്ത് വരുമ്പോഴേ മുൻപത്തെ പോയിന്റ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ആ രണ്ട് പോയിന്റ് വിട്ടു വെച്ചിട്ടുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടാ. C. അടുത്ത ഇയുടെ സഹോദരനാണ് C. ജിക്ക് എയുമായുള്ള ബന്ധം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവർ എന്തെങ്കിലും അത് വെച്ച് ബന്ധപ്പെടുത്താൻ പറ്റും നോക്കാം. കെയുടെ അച്ഛനാണ് E. കിട്ടി, കെയുടെ അച്ഛനാണ് E. കെയുടെ അച്ഛനാണ് E എങ്കിൽ ഇയാളൊരു പുരുഷനായിരിക്കും അല്ലേ? ഇനി എയുടെ മകളാണ് C. എയുടെ മകളാണ് C. അപ്പോ ഇവിടെ എയുടെ മകളാണ് C എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഫിൻ്റെ മകനാണ് E, ഇയുടെ സഹോദരിയാണ് C. അപ്പോൾ എയുടെ മകളാണ് C എന്ന് പറയണമെങ്കിൽ ഇത് അമ്മയാണ് അല്ലെ? അമ്മയാണെങ്കിൽ കൺഫേം ആയിട്ട് ഈ അമ്മയുടെ ഭർത്താവായിരിക്കണം. ആര്? ഇവിടെ പറഞ്ഞ എയുടെ മകളാണ് C എങ്കിൽ ഇവിടെ എ ആയിരിക്കണ്ടേ? ഈ അമ്മയുടെ ഭർത്താവായിരിക്കില്ലേ? ഓക്കെ, അപ്പോ ചോദ്യത്തിലൂടെ ജിക്ക് എയുമായി എന്തു ബന്ധമാണുള്ളത്? ജിക്ക് എയുമായി എന്ത് ബന്ധമാണുള്ളത്? ജിക്ക് എയുമായി പറഞ്ഞാൽ ജിയുടെ സഹോദരിയുടെ ഭർത്താവാണ് എ.
ജിയുടെ സഹോദരിയുടെ ഭർത്താവ്. ഓപ്ഷൻസ് എങ്ങനെയാണുള്ളത് നോക്കാം. സഹോദരന്റെ ഭാര്യ, ഭർത്താവിന്റെ സഹോദരൻ, ഭാര്യയുടെ സഹോദരൻ, സഹോദരിയുടെ ഭർത്താവ്. സഹോദരിയുടെ ഭർത്താവ് എങ്ങനെ ചോദിച്ചിരിക്കണേ? ജിക്ക് എയുമായി എന്തു ബന്ധമാണുള്ളത്? ജിക്ക് എയുമായി എന്തു ബന്ധമാണുള്ളത്? ജിക്ക് എയുമായി എന്ന് പറയുമ്പോൾ എയുമായുള്ള ബന്ധം പറയണം. അപ്പൊ എയുടെ ഭാര്യയുടെ സഹോദരൻ. അപ്പൊ ഇത്രടാ ഭാര്യയുടെ സഹോദരൻ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടാ. അപ്പൊ സാറേ ഇത് പറ്റൂലേ? ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കണം. ജിക്ക് എയുമായുള്ള ബന്ധമാണ് ചോദിച്ചത്. എയുമായുള്ള ബന്ധം അല്ലേ? അപ്പൊ എയുമായുള്ള ബന്ധം എന്ന് വെച്ചാൽ എയുടെ ഭാര്യയുടെ സഹോദരനാണ് ഇത്. അപ്പോ ഭാര്യയുടെ സഹോദരൻ കേട്ടാ. അപ്പൊ ഓപ്ഷൻ സി അത് എഴുതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 041848. 041848. അതായത് നെക്സ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സീരീസ് ആണ്. നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടാ. നമ്പർ സീരീസ് ആണ്, ശ്രദ്ധിക്കുക. അവിടെ നമുക്കറിയുന്ന ഏക ഒരു മെത്തഡ് എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യാസം നോക്കലാണ്. എപ്പോഴും നമ്പർ സീരീസ് വ്യത്യാസം നോക്കൽ മാത്രമല്ല, അവിടെ പല രീതിക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാം. സീറോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്ന് 1 ക്യൂബ് മൈനസ് 1 ചെയ്താൽ 0 വരും. 1 സ്ക്വയർ മൈനസ് 1 ചെയ്താലും നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് 0 എത്തിക്കാം. പൊതുവെ വ്യത്യാസം വരുന്ന, അതായത് 0 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വ്യത്യാസത്തിൽ ഒരിക്കലും ഒരു സീരീസ് തരാറില്ല. അപ്പോൾ നോക്കടാ, ഇവിടെ നോക്കേണ്ട കാര്യം ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതല്ലാതെ നോക്കണേ, ഇതിൽ വേറൊന്നും കൂടി ചെയ്യാം. 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ ചെയ്താലും കിട്ടില്ലേ? ഇത് പലർക്കും ഓർമ്മ വരാറില്ല. അപ്പൊ 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ ചെയ്താലും 1 മൈനസ് 1 0 അല്ലേ? അപ്പൊ നോക്കടാ, അത് 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 1 ക്യൂബ് മൈനസ് 1, ഇത് 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ അല്ല, ഇവിടെ സ്ക്വയർ ആണ് കേട്ടാ. അപ്പൊ 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ എത്രയാണ്? 4. ഓക്കെ അല്ലേ? അടുത്തത് 18 കിട്ടുന്നത് നോക്കാം. 3 ക്യൂബ് മൈനസ് 3 സ്ക്വയർ 18 അല്ലേ? അടുത്ത് 4 ക്യൂബ് മൈനസ് 4 സ്ക്വയർ 64 16 പോയാ 48. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 ക്യൂബ് മൈനസ് 5 സ്ക്വയർ. എൻ്റെ ആൻസർ 125. 25 കുറച്ചാൽ ഒരേ ഒരു ആൻസർ 100 പക്ക. വേറെ ലെവൽ കേട്ടാ. നിങ്ങൾ നന്നായി പഠിക്കണം, ഉഷാറായിരിക്കണം. നമ്മുടെ ലക്ഷ്യം 2027 ഒരു ഗവൺമെൻറ് ജോലി വാങ്ങാന്നുള്ളതാണ്. അതിനിപ്പോഴേ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുക, സമയം കളയരുത്. വീഡിയോസ് റിപ്പീറ്റ് അടിച്ച് കാണാൻ ശ്രമിക്കുക, നോട്ട് എഴുതിയെടുക്കുക, ശ്രദ്ധ വേണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 100. ഓപ്ഷൻ ബി 100 കേട്ടാ. അടുത്തത് ഓക്കടാ, ശരാശരി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഒരു കുടുംബത്തിലെ 6 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 6 പേരുടെ ശരാശരി വയസ്സ് 21 എങ്കിൽ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ടു മുൻപ് ആ കുടുംബത്തിലെ ശരാശരി വയസ്സ് എത്ര? കുട്ടി ജനിക്കുന്ന മുൻപാണ്. അപ്പോ 6 വയസ്സുള്ള കുട്ടിയടക്കം അവരുടെ ശരാശരി വയസ്സാണ് 21. ഇവിടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പോ നമുക്ക് തുക കാണണമെങ്കിൽ എന്ത് ചെയ്യണം? തുക കാണണമെങ്കിൽ ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ പോരേ. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ 6 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ, അപ്പൊ ആ കുട്ടിക്ക് 6 വയസ്സ് അല്ലേ? അപ്പൊ ആ ഉൾപ്പെടെ 6 പേരുടെ ശരാശരി പറയുമ്പോൾ തുക കാണാൻ ഞാൻ ആദ്യം ആകെ ടോട്ടൽ തുക കാണും. 6 ഇൻറ്റു 21. ആ കുട്ടി ഉൾപ്പെടെയാണ് 6 ഇൻറ്റു 21 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടൂടാ? 6 ഇൻറ്റു 21. 21 ഇൻറ്റു 6, 6 2 12, 126. ശ്രദ്ധിക്കണം, 126 വയസ്സ്. ആരൊക്കെ ചേർന്നിട്ടാണ് 126 വയസ്സ്? കുട്ടി ഉൾപ്പെടെയാണ് 126 വയസ്സ്. ഇനി ചോദ്യം ഇതാണ്, കുട്ടി ജനിക്കുന്നതിന് മുമ്പ്. അപ്പൊ കുട്ടി ജനിച്ചിട്ട് 6 കൊല്ലായി. അപ്പൊ കുട്ടി ജനിക്കുന്ന മുൻപ് എന്ന് പറയുമ്പോ 6 വയസ്സ് അല്ലെങ്കിൽ 6 വർഷങ്ങൾക്ക് മുൻപായിരിക്കില്ലേ പറയുന്നുണ്ടാവാ. അങ്ങനെ 6 വർഷം കുറയ്ക്കണ്ടേ? അങ്ങനെ 6 വർഷം കുറയ്ക്കുമ്പോ 126 മൈനസ് 6, 120 നമുക്ക് എടുത്തൂടെ? അങ്ങനെ തോന്നും. ഒരിക്കലും ചെയ്യരുത്. കാരണം എടാ, ഒരു കുടുംബത്തിൽ 6 പേരുണ്ടെങ്കിൽ 6 വർഷങ്ങൾക്ക് മുൻപ് 6 പേർക്കും 6 വയസ്സ് വെച്ച് കുറയില്ലേ? അല്ലാതെ ഒരാൾക്ക് കുറയോ? ഇപ്പൊ പറയണ അച്ഛനമ്മയും നിങ്ങൾ പോയി വാ മക്കളെ, ഞങ്ങൾ ഇവിടെ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ ഇരിക്കാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ?
അപ്പോൾ നോക്കേണ്ട കാര്യം ഇത്രയുള്ള. ഇവിടെ 6 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരിക്കും ഇവിടെ ഇത് ചോദിക്കുമ്പോൾ 6 പേർക്കും 6 വയസ്സ് വെച്ച് കുറയും, 36 വയസ്സ് വെച്ച് കുറഞ്ഞിട്ടുണ്ടാവും. മൊത്തം 36 വയസ്സ് കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 126 നിന്നും 36 കുറച്ചു, എനിക്ക് കിട്ടി 90. അതായത് 6 വർഷങ്ങൾക്ക് മുൻപ്, ആ കുട്ടി ജനിക്കുന്ന മുൻപ് അവരുടെ വയസ്സുകളുടെ തുക 90. ഇപ്പോൾ ശരാശരി ചോദിച്ചിരിക്കുകയാണ്. ശരാശരി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? തുക ഡിവൈഡഡ് ബൈ എത്ര കുടുംബത്തിലംഗങ്ങളുണ്ടോ ബൈ എണ്ണം കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ശരാശരി എന്ന് പറയുമ്പോൾ തുക 90 ഡിവൈഡഡ് ബൈ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? 6 എടുത്ത് എഴുതിയത് കുട്ടി ജനിക്കുന്ന തൊട്ട് മുൻപാണ്. അപ്പോൾ കുട്ടീനെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട് അവിടെ? ഒന്ന് നോക്കാല്ല, 5 പേര്. വെട്ടിച്ചുരുക്കിയാൽ എൻ്റെ ആൻസർ 18 കേട്ടോ. എവിടെയെങ്കിലും ഒരു 6 കുറച്ച് 120 നമുക്ക് ഡിവൈഡഡ് ബൈ 5 ചെയ്യാൻ തോന്നരുത്, ഓപ്ഷനിലുണ്ടാവും. ദയവായി ശ്രദ്ധിക്കുക. അപ്പോൾ അത് പ്രത്യേകം നോക്കുക കേട്ടോ. ഓക്കെടാ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 18, ഓപ്ഷൻ എ 18. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഓക്കെടാ. നമുക്ക് സാധാരണ പലിശ കൂട്ടുപലിശയും അതിൻ്റെ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. എടാ, സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വർഷവും ഒരേ പലിശ കിട്ടുന്നതാണ് സാധാരണ പലിശ. അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ ഇടുന്ന തുകയിലോ പലിശ നിരക്കിലോ വ്യത്യാസം ഉണ്ടാവുന്ന കാലം വരെ സാധാരണ പലിശയിൽ വ്യത്യാസമുണ്ട്. ഈ വർഷം 1000 കിട്ടിയാൽ അടുത്ത വർഷം 1000 കിട്ടും, അതിൻ്റെ അടുത്ത വർഷം 1000 കിട്ടും. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ പലിശയുടെ പലിശയും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ സാധാരണ പലിശ പ്രകാരം നിക്ഷേപിച്ച തുക 3 വർഷം കൊണ്ട് 9200 രൂപയായി. ഈയിടെ 3 വർഷം കൊണ്ട് 9200 രൂപയായി. എടാ, 3 വർഷം കൊണ്ട് 9200. ഇനി രൂപ 5 വർഷം കൊണ്ട് ഇതേ എമൗണ്ട്, സെയിം എമൗണ്ട് മാറിയിട്ടില്ല, അതേ പലിശ നിരക്ക് തന്നെ പോണത്. 5 വർഷം കൊണ്ട് എത്രയായി? 10000 രൂപയായി. ഇവിടെ ശ്രദ്ധിക്കണം. ഈ 3 വർഷം കൊണ്ട് കിട്ടുന്ന 9200 രൂപ വെറും പലിശയാണോ? അല്ല, മുതലും പലിശയും കൂടി ചേർത്തിട്ടാണ് 9200. അപ്പോൾ ഓരോ വർഷവും എത്രയോ രൂപ ഒരേ സെയിം എമൗണ്ട് പലിശയായി കിട്ടുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. അതറിയാനുള്ള ക്ലൂ ആണ് ഇത്. കാരണം പലിശ നിരക്ക് കാണണം, ഓരോ വർഷം എത്ര പലിശ നിരക്ക് എന്ന് അറിയണം. ഇവിടെ 3 വർഷം കൊണ്ട് 9200ഉം 5 വർഷം കൊണ്ട് 10000 കിട്ടണമെങ്കിൽ അപ്പം 2 വർഷം കൊണ്ട് കിട്ടിയ പലിശ കൂടി, ഈ 2 വർഷത്തെ പലിശ കൂടി ചേർത്തിയിട്ടല്ലേ 10000 ആയിട്ടുണ്ടാവുക. അപ്പോൾ 9200 10000 ആവണമെങ്കിൽ, അല്ലെങ്കിൽ 10000 ആവണമെങ്കിൽ എത്ര രൂപ നമുക്ക് പലിശ കിട്ടിയിരിക്കണം? 800 രൂപ. 800 രൂപ സെറ്റ് കിട്ടി. 2 വർഷത്തിലെ 800 രൂപ പലിശയാണെങ്കിൽ 1 വർഷത്തില് എത്ര രൂപ പലിശ കിട്ടൂടാ? 400 രൂപ. ശരിയല്ലേ? 2 വർഷത്തിന് 800 രൂപയാണെങ്കിൽ 1 വർഷത്തില് 400 ആയിരിക്കും പക്ക. സെറ്റ് കിട്ടി. ഇപ്പോൾ 1 വർഷത്തെ പലിശ കിട്ടി. പലിശ നിരക്ക് കാണണമെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളൊരു ബാങ്കിൽ പലിശ നിരക്ക് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് ഇത്ര രൂപ പലിശ എന്നാണല്ലോ പറയാം അല്ലേ? അപ്പോൾ പലിശ കിട്ടി, പക്ഷെ എത്രയാണ് മുതലെന്ന് അറിയില്ല. മുതൽ കാണാൻ ഇവിടെയുള്ള ഏതിലെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശ്രദ്ധിച്ചു നോക്കണം. 3 കൊല്ലം കൊണ്ട് 9200 രൂപ കിട്ടി. അത് മുതലും പലിശയും കൂടി ചേർത്തിയിട്ടല്ലേ കിട്ടിയത് അല്ലേ? അപ്പോൾ 1 വർഷം 400 രൂപ പലിശ കിട്ടുന്നുണ്ടെങ്കിൽ 3 വർഷത്തിൽ എത്ര പലിശ കിട്ടൂടാ? 3 വർഷത്തിൽ 3 × 400 1200 രൂപ പലിശ കിട്ടില്ലേ? കിട്ടില്ലേ? പലിശയും കൂടി ചേർത്തിയിട്ടാണ് 9200 രൂപ. ഏതോ ഒരു എമൗണ്ട് ഉണ്ട്, പലിശ കൂടി ചേർത്തിട്ട് 9200 രൂപ. ടഫ് ക്വസ്റ്റ്യൻ. എങ്കിൽ മുതൽ എത്ര പറയണ്ട? ഒന്നും നോക്കാനില്ല. 9200 മൈനസ് 1200 എനിക്ക് കിട്ടിയടാ. ഇട്ട മുതലേ ഒന്നും നോക്കാനില്ല. 8000 രൂപ. 8000 രൂപ. അപ്പൊ മുതല് 8000 എഴുതിയെടുക്കണം കേട്ടോ. മുതല് 8000, പലിശ 400. 8000ത്തിന് 400 രൂപ. ചിന്തിച്ചാൽ തന്നെ കിട്ടും. 8000ന്റെ 10% പറഞ്ഞ എത്രയാണ്? ഒരു സ്ഥാനം മാറി പോയിന്റ് ഇടും. എത്രയാണ്? 800 രൂപ. അപ്പോൾ 10% 800 ആണെങ്കിൽ 5% എന്തായിരിക്കടാ? 400 രൂപ. അപ്പോൾ പലിശ നിരക്ക് 5%. ഇനി ഇത് നേരിട്ട് കാണാൻ
ഇത്ര രൂപ. 8000 രൂപയ്ക്ക് എത്ര രൂപയാണോ പലിശ കിട്ടുന്നത് അത് മുകളിൽ എഴുതാം. 8000 രൂപയ്ക്ക് 400 രൂപ. ഇതെത്ര ശതമാനം എന്നറിയാൻ ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. 8000 രൂപയ്ക്ക് 400 രൂപ. ഇതായി 2 0 2 0 4 8 വെട്ടി 2 തവണ ഈ 0 കൂട്ടിയിട്ട് 20. ഇപ്പോൾ 1/20 കിട്ടി. 20 100 വെട്ടി. എൻ്റെ ആൻസർ ഒന്നും നോക്കാനടാ 5% ഉഷാറ്. സെറ്റല്ലേ തങ്ങളാ? ഉഷാറെ പഠിക്കണടാ. അപ്പോൾ ഈ നോട്ടൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 5%. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും വരും. നിങ്ങൾക്ക് എക്സാമിന് സപ്പോർട്ടായി ഞങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് നന്നായിരുന്നു കാണണം, നോട്ട് എഴുതിയെടുക്കുക. ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വരുന്നത് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാനാണ്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ കാണാൻ വേണ്ടി എയ്സ് ലേണിംഗ് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നന്നായി പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്. ബൈ.